നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. യേശുവിൻ്റെ മരണവും ഉയർപ്പും ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 31 മുതൽ 34 വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. അനന്തരം അവൻ പന്തിരുവരെ കൂട്ടിക്കൊണ്ട് അവരോട്, ഇതാ നാം യെരൂശലേമിലേക്ക് പോകുന്നു. മനുഷ്യപുത്രനെക്കുറിച്ച് പ്രവാചകന്മാർ എഴുതിയിരിക്കുന്നതെല്ലാം നിവൃത്തിയാകും. അവനെ ജാതികൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും അവർ അവനെ പരിഹസിച്ച് അവമാനിച്ച് തുപ്പി തല്ലിയിട്ട് കൊല്ലുകയും 3-ാം നാൾ അവൻ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. അവരോ ഇതൊന്നും ഗ്രഹിച്ചില്ല. ഈ വാക്ക് അവർക്ക് മറവായിരുന്നു, പറഞ്ഞത് അവർ തിരിച്ചറിഞ്ഞതുമില്ല. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങളെ തങ്ങളുടെ ശുശ്രൂഷയുടെ അനുഗമനത്തിൻ്റെ ആദ്യ നാളുകൾ മുതൽ തൊട്ടറിഞ്ഞവരാണ് ശിഷ്യന്മാർ. വെള്ളത്തെ വീഞ്ഞാക്കിയത് അവർ കണ്ടു. അതുപോലെ രാജഭൃത്യൻ്റെ മകൻ്റെ സൗഖ്യം അതവർ കണ്ടു. പക്ഷവാത രോഗിയുടെ സൗഖ്യം അവർ കണ്ടു. കുരുടന്മാരുടെ സൗഖ്യം, കുഷ്ഠരോഗികളുടെ സൗഖ്യം, ഭൂതഗ്രസ്തരുടെ സൗഖ്യം അവർ കണ്ടു. മനുഷ്യരാൽ അസാധ്യമായ കാര്യങ്ങൾ, ലോകത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത കാര്യങ്ങൾ യേശു ചെയ്തതവർ കണ്ടു. കാരണം കാറ്റിനെയും കടലിനെയും ഒറ്റ വാക്കിന് ശാസിച്ചമർത്തുകയാണ്. കടലിൻ്റെ മീതെ കരയിൽ എന്ന പോലെ നടക്കുകയാണ്. മാത്രമല്ല പറയുന്നതെല്ലാം സംഭവിക്കുകയാണ്. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു ദൈവം മനുഷ്യനായതാണ്. അത് പീലാത്തോസിനെ ഓടിച്ചിട്ട് ഇസ്രായേലിന് ദൈവരാജ്യം നൽകാനാണ്, അല്ലെങ്കിൽ സ്വതന്ത്ര രാജ്യം നൽകാനാണെന്നാണ് ഇവർ വിചാരിച്ചത്. കാരണം ഇസ്രായേൽ ഇപ്പോൾ അടിമകളാണ്. അവരാദ്യം ബാബേലിൻ്റെ അടിമയായിരുന്നു, അതായത് നെബൂഖദ്നേസർ രാജാവിൻ്റെ. പിന്നീട് മേദപേർസ്യ അധികാരത്തിൽ വന്നു. പാർസികൾ അവരുടെ കീഴിലായിരുന്നു. അതിനുശേഷം ഗ്രീസ്, അലക്സാണ്ടർ ലോകരാജ്യത്തെ ഏറ്റെടുത്തു, അദ്ദേഹത്തിന് കീഴിലായിരുന്നു. അതിനുശേഷമാണ് റോമാ സാമ്രാജ്യം ഉടലെടുത്തത്. അപ്പോൾ ഇപ്പോൾ ഇവര് ബാബേലിൽ നിന്ന് മേദ്യരുടെ കീഴിലായി, പിന്നീട് അവര് ഗ്രീസിൻ്റെ കീഴിലായി, ഇപ്പോൾ അവര് ഈ റോമാക്കാരുടെ കീഴിൽ അടിമകളായി കഴിയുകയാണ്. യേശുക്രിസ്തു വന്നത് ഈ അടിമകൾക്ക് വിമോചനം നൽകാനാണ്. പണ്ടങ്ങനെ ഉണ്ടായിട്ടുണ്ടല്ലോ. ഇസ്രായേല് ഈജിപ്തിൽ ഫറവോന്റെ അടിമകളായി 400 വർഷം പാർത്തതാണ്. അവിടുന്ന് വിടുവിച്ചല്ലോ. അപ്പോൾ ബൈബിളിൽ വാക്യമുണ്ട്, മോശ പറഞ്ഞ് എന്നെപ്പോലെ പ്രവാചകനെ നിങ്ങൾക്ക് അയച്ചു തരും. അപ്പോൾ മോശയെപ്പോലെ ഇസ്രായേലിനെ വിടുവിക്കാൻ വന്ന ആളാണ്. മോശയും അത്ഭുതങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ യേശു അത്ഭുതങ്ങൾ ചെയ്യുന്നു. അപ്പോൾ ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്നത് ഫറവോനെ ഒക്കെ ചെങ്കടലിൽ കൊന്നിട്ട് ഇസ്രായേൽ മക്കളെ, യഹൂദന്മാരെ ഈജിപ്തിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവന്നതുപോലെ റോമൻ ഭരണാധികാരികളെയും പട്ടാളക്കാരെയും ഒക്കെ നിഷ്കാസനം ചെയ്ത് യേശു ഇസ്രായേലിന് രാജ്യം സ്വതന്ത്രമാക്കി കൊടുക്കും. ഇതായിരുന്നു അവരുടെ ധാരണ. എന്നെ അവർ പിടിക്കും, എന്നെ ബന്ധിക്കും, എന്നെ തുപ്പും, എന്നെ പരിഹസിക്കും, എന്തിന് എന്നെ കൊല്ലും, എന്നാൽ ഞാൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞതൊക്കെ യേശു മുമ്പ് പല കാര്യങ്ങളും പറഞ്ഞതൊക്കെ ആത്മീയ അർത്ഥത്തിലല്ലേ. ഞാൻ വാതിലാണ്, ഞാൻ ഇടയനാണ്, ഞാൻ ജീവൻ്റെ അപ്പമാണ്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്, അങ്ങനെയെല്ലാം യേശു പറഞ്ഞതൊക്കെ അത് അലങ്കാര രൂപത്തിലല്ലേ. അങ്ങനെ ഇവർ കണക്കാക്കിയുള്ളൂ. അപ്പോൾ യേശുവിന് ചില പീഡകളും ഉപദ്രവങ്ങളും ഒക്കെ 2-3 ദിവസത്തേക്കുണ്ടാകും എന്നൊരു പക്ഷേ ചിന്തിച്ച് കാണും. പക്ഷേ യേശുവിൽ നിന്ന് ജീവൻ പോകും, യേശുവിനെ ഒരു കല്ലറയിൽ അടക്കും. ഇതൊന്നും അവർക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. കാരണം യേശു ഇവിടുത്തുകാരനല്ല. ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ ചിന്തിച്ചാൽ യേശു നസറേത്തുകാരനാണ്. യേശു യെരൂശലേമിൽ കൊല്ലപ്പെടുമെന്നും അവിടെ അടക്കപ്പെടുമെന്നൊക്കെ പറഞ്ഞാൽ ഏത് കല്ലറയിൽ? യേശുവിനെ അടക്കപ്പെടാൻ ഇവിടെ ഒരു കല്ലറ അവരാരും പണിതിട്ടില്ലല്ലോ. അല്ലെ യേശു അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ.
യേശു ശിഷ്യന്മാരോട് നിങ്ങൾ പോവുക, വിരിച്ചൊരുക്കി ഒരു വന്മാളിക പെസഹ കഴിക്കാൻ ഒരാൾ കാണിച്ചു തരും എന്ന് യേശു പറഞ്ഞു. നിങ്ങൾ പോവുക, ഒരു കഴുതക്കുട്ടി കെട്ടിരിക്കുന്നത് കാണും, അഴിച്ചുകൊണ്ട് വരിക, അവർ എനിക്ക് വിട്ടു തരും. ഇതൊക്കെ യേശു പറഞ്ഞിരുന്നു. യേശു പറഞ്ഞില്ല എനിക്ക് വേണ്ടി ഒരു കല്ലറ, ഒരു ധനികനായ മനുഷ്യൻ, ഒരു മന്ത്രി കല്ലിൽ വെട്ടിയിട്ടുണ്ട്, ഞാൻ അവിടെ അടക്കപ്പെടും. അതൊന്നും യേശു പറഞ്ഞിരുന്നില്ല. അപ്പം അതുകൊണ്ട് യേശു പറഞ്ഞ അവകാശവാദങ്ങളെപ്പോലെ എന്തോ യേശു പറയുന്നെന്ന് മാത്രമേ അവർക്ക് ചിന്തിച്ചുള്ളൂ. അവരാരും അത് മൈൻഡ് ചെയ്തില്ല. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ക്രിസ്തു മരിക്കാനാണ് വന്നത്. മരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല എന്നൊക്കെ പാടാറുണ്ട് ആളുകൾ. പക്ഷെ യേശു മരിക്കാനാണ് വന്നത്. ആദാമിനോട് ദൈവം പറഞ്ഞു, ഈ പഴം തിന്നുന്ന ആൾ മരിക്കുമെന്ന് പറഞ്ഞാൽ 3 വേർപാടാണ്. ഒന്ന്, ശരീരത്തിൽ നിന്ന് ജീവൻ വേർപെടും. ഒന്നാമത്തേത് ദൈവത്തിൽ നിന്ന് വേർപെടും, ദൈവ സാന്നിധ്യത്തിൽ നിന്ന് വേർപെടും, ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെടും, ഏകനാവും, ദൈവമില്ലാത്തവനാവും. രണ്ടാമത് ശരീരത്തിൽ നിന്ന് ജീവൻ വേർപെടും. മൂന്നാമത് സ്വർഗം വിട്ട് നരകത്തിൽ പോകാനിടയാകും. ഇതാണ് മനുഷ്യന്റെ 3 മരണം അല്ലെങ്കിൽ 3 വേർപാട്. ഈ 3 വേർപാടിന് പരിഹാരം ഉണ്ടാക്കാനാണ് യേശു വന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് ദൈവത്തെ തിരിച്ചു തരാൻ, ദൈവമക്കളാക്കാൻ. 2, നാം മരിച്ചാൽ ഉയർത്തെഴുന്നേൽക്കാൻ. 3, നരകത്തിൽ പോകാതെ നമ്മൾ സ്വർഗത്തിൽ പോകാൻ. അതിനാണ് യേശു ഇവിടെ വന്നത്. അതിന് യേശു എന്ത് ചെയ്യണം? ഈ 3 മരണം യേശു അനുഭവിക്കണം. അതാണ് യുക്തി. അതിനാണ് യേശു ഒന്നാമത് ദൈവത്തിൽ നിന്ന് വേർപെട്ടത്. കുരിശിൽ മരിക്കുന്നതിന് മുമ്പ് യേശു നിലവിളിച്ചു, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത്? അപ്പോൾ യേശു ദൈവമില്ലാത്തവനായി, ഏകനായി. 2, യേശു കുരിശിൽ അനുഭവിച്ചതെല്ലാം നരകത്തിന്റെ പ്രതീകങ്ങളാണ്. നരകത്തിൽ ഇരുട്ടാണ്, യേശു ഇരുട്ടിലായി. നരകത്തിൽ വേദനയാണ്, യേശു വേദനപ്പെട്ടു. നരകത്തിൽ ദാഹമാണ്, യേശു ദാഹിച്ചു. നരകത്തിൽ നിലവിളിയാണ്, യേശു നിലവിളിച്ചു. അപ്പോൾ യേശു നമുക്ക് പകരം നരകം അനുഭവിച്ചു, അല്ലെങ്കിൽ മരണം അനുഭവിച്ചു. മൂന്നാമതായിട്ട് യേശുവിന്റെ ശരീരത്തിൽ നിന്ന് ജീവൻ വേർപെട്ടു. പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ഇതാണ് യേശു പറഞ്ഞത്. യെരൂശലേമിൽ ഞാൻ മരിക്കാൻ ഇടയാകും, എന്നാൽ ഞാൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും. തന്നിൽ പാപമില്ല, പാപികൾ മരിച്ചാൽ മതിയല്ലോ, തന്നിൽ പാപമില്ല എന്ന് തെളിയിച്ചുകൊണ്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും. യേശു പറഞ്ഞിരുന്നു, ഈ മന്ദിരം പൊളിപ്പിൻ ഞാൻ 3 നാൾ കൊണ്ട് പണിയാം. യേശു പറഞ്ഞിരുന്നു, യോനയുടെ അടയാളമല്ല നിങ്ങൾക്ക് ലഭിക്കയില്ല. യോന കടലാനയുടെ വേർത്തി 3 രാവും 3 പോലെ ഇരുന്ന പോലെ മനുഷ്യപുത്രന് ഇരിക്കേണ്ടി വരും. ഇതൊന്നും അവർക്ക് മനസ്സിലായില്ല. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ക്രിസ്തു മരിക്കാനാണ് വന്നത്. ചില ആളുകൾ പറയാറുണ്ട്, യേശു നല്ലൊരു നബിയായിരുന്നു, നല്ലൊരു പ്രവാചകനായിരുന്നു, നല്ല മനുഷ്യനായിരുന്നു, യേശു മരിച്ചിട്ടില്ല. ഉമ്മൻചാണ്ടിയെ കുറിച്ചൊക്കെ ആള് പാടിയത് ഞാൻ കേട്ടു. ആര് പറഞ്ഞു മരിച്ചെന്ന്? മരിച്ചിട്ടില്ല, ഞങ്ങളുടെ ഉള്ളിൽ ജീവിക്കുന്നു. അതുപോലെ ചിലർ പറയാറുണ്ട്, യേശു മരിച്ചിട്ടില്ല, യേശുവിനെ കൊല്ലാൻ സാധിക്കില്ല, യേശു അത്ര ഉന്നതനാണ്. പക്ഷെ അല്ല, യേശു മരിക്കാനാണ് വന്നത്. ആദാമിനോട് ദൈവം പറഞ്ഞ് ഈ പഴം തിരുന്നാലും മരിക്കും. ആദാമിന്റെ സകല ശിക്ഷയും ഏറ്റെടുക്കാൻ, അല്ലെങ്കിൽ മനുഷ്യവർഗത്തിന്റെ സകല മരണവും നരകവും ശാപവും ഏറ്റെടുക്കാനാണ് യേശു വന്നത്. അതാണ് യേശു പറയുന്നത്. അതാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. ഞാൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന് യേശു പറഞ്ഞു. അവർക്കത് മനസ്സിലാക്കാൻ സാധിച്ചില്ല. പക്ഷെ പിന്നീട് അവർക്കത് മനസ്സിലായി. പ്രിയപ്പെട്ടവരെ, യേശു നമ്മെ രക്ഷിപ്പാൻ മനുഷ്യനായി വന്ന് ആദാമിന്റെ ആ ശിക്ഷയും ശാപവും ഏറ്റെടുത്തു. അതിനാൽ എല്ലാവർക്കും രക്ഷാമാർഗം ഒരുക്കിയിരിക്കുന്നു. അതിൽ ആശ്രയിക്കുക, അതിൽ വിശ്വസിക്കുക, യാചിക്കുക. കർത്താവേ, നീ എനിക്കായിട്ടാണ് ഇതുപോലെ അപമാനവും പരിഹാസവും നിന്നയും തുപ്പലുമേറ്റത്. ഞാനത് സമ്മതിക്കുന്നു എന്ന് പറഞ്ഞ് യേശുവിനെ സ്നേഹിക്കുവാൻ തയ്യാറാവുക. അതാണ് രക്ഷയ്ക്ക് നാം ചെയ്യേണ്ട ഏക കാര്യം. ദൈവം സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.